ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ പ്രധാനപ്പെട്ട റോഡുകളിൽ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ ഹമ്പ് പണിത് വയ്ക്കാറുണ്ട്. നമ്മുടെ ഓട്ടപ്പാച്ചിലിൻ്റെ മുന്നിൽ എല്ലാ വർഷവും കടന്നു വരുന്ന ഒരു ഹമ്പാണ് നോമ്പുകാലം. വേഗത കുറയ്ക്കാനും ചുറ്റും നോക്കാനും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുമൊക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു ഹമ്പ്. മറ്റെന്തൊക്കെയാണ് നമുക്ക് നോമ്പ്? എല്ലാ വർഷവും മുറ തെറ്റാതെ കടന്നു വരുന്ന ഈ നോമ്പുകാലം എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നത്? പരിശോധിച്ച് നോക്കാത്ത ജീവിതം വ്യർത്ഥമാണെന്ന് പറഞ്ഞത് സോക്രട്ടീസ് ആണ്. ഈ പ്രസ്താവനയ്ക്ക് വളരെ വിപുലമായ വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി സ്വന്തം ജീവിതത്തെ വിലയിരുത്തുക, പരിശോധിക്കുക എന്നുള്ളത് ജീവികളിൽ മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണെന്ന് പറയാം. ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലിൽ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ മറക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനാണ്. ജീവിതത്തിൻ്റെ വ്യഗ്രതകൾ വല്ലാണ്ട് കീഴ്പ്പെടുത്തുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മുന്നോട്ട് മാത്രം നോക്കാനാണ് നമ്മളിപ്പോൾ ശീലിക്കുന്നത്. അല്പം വൈകിയാൽ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു മത്സരം പോലെയാണ് പലർക്കും ഇപ്പോൾ ജീവിതം. ഇങ്ങനെയുള്ള ആധുനിക മനുഷ്യന് നോമ്പുകാലം അവനവനെ തന്നെ കണ്ടെത്താനുള്ള അപൂർവമായ ഒരവസരമായി മാറുന്നു. സ്വന്തം മുറിയിൽ ശാന്തമായി ഇരിക്കാൻ പറ്റാത്തതാണ് മനുഷ്യരാശിയുടെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തത്വചിന്തകനായ പാസ്കൽ എഴുതി. നോമ്പെന്നാൽ ഇതുതന്നെയാണ്, ശാന്തമായി ഇരിക്കാനുള്ള ഒരു ശ്രമം. ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച് ഇഷ്ടമുള്ളിടത്തോളം ഉറങ്ങി ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് നടക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ മനുഷ്യൻ എന്നാൽ ഒരു ശരീരം മാത്രമല്ല. ശരീരത്തിൻ്റെ ചോദനകളെ മറികടക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിനെ പാകപ്പെടുത്തുന്ന കാലം കൂടെയാണ് നോമ്പ്. മാംസത്തിന് അടിമപ്പെടാത്തവന് അതിൻ്റെ വർജനം വലിയ കാര്യമൊന്നുമല്ല. നോമ്പിലെ ആത്മപരിശോധനകളിലൊന്ന് നമ്മുടെ അടിമത്തങ്ങളെ കണ്ടെത്തലാണ്. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ടിവിയുടെയോ കമ്പ്യൂട്ടറിൻ്റെയോ ഫോണിൻ്റെയോ മുന്നിൽ ദിവസവും മണിക്കൂറുകൾ ചെലവഴിക്കുന്നവർക്ക് നോമ്പുകാലം അവയിൽ നിന്ന് അല്പം വിട്ടു നിൽക്കാനുള്ള കാലമാക്കി മാറ്റാവുന്നതാണ്. അതവർക്ക് ചുറ്റുപാടും ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു യാത്രയായിരിക്കും. തെറ്റുകൾ പറ്റാത്തതായ മനുഷ്യരില്ല. പശ്ചാത്താപത്തിൻ്റെ കണ്ണുനീർ ഒഴുക്കാനുള്ള സമയം കൂടിയാണ് നോമ്പ്. കരുണ കാണിക്കുന്ന ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസം തൻ്റെ തെറ്റുകൾ പൊറുക്കാൻ ഒരു ദൈവമുണ്ട് എന്നതാണ്. ഓരോ നോമ്പും ഒരു പുതിയ അവസരമാണ്. ആരാണത് തള്ളിക്കളയുക? ഈ നോമ്പിൻ്റെ അവസാനം ഉയർപ്പ് തിരുനാളാണ്. ഒരു പുതിയ ജീവിതത്തിനെ അതിലും മനോഹരമായി കാണിക്കാൻ ആർക്കും സാധിക്കുകയില്ല. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പേ മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണെന്ന് നോവലിസ്റ്റ് സുഭാഷ് ചന്ദ്രൻ തൻ്റെ നോവലിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതം ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ അതിൻ്റെ ഒരു കണക്കെടുപ്പ് സമയമാണ് ഓരോ നോമ്പും. നമ്മൾ എത്ര പ്രായപൂർത്തിയായി എന്ന് നോക്കുന്ന സമയം. ശിശു സഹജമായതെന്തെങ്കിലും നമ്മൾ ഇനിയും കൈവെടിയാനുണ്ടോ എന്ന ഒരു അന്വേഷണം. നമ്മുടെ കൊച്ചു ജീവിതങ്ങളുടെ പൊരുൾ തേടാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാലമാണ് നോമ്പ്. അവിടെ പലപ്പോഴും ആനന്ദം മാറ്റി നിർത്തി നമ്മൾ നമ്മുടെ ജീവിതത്തെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എൻ്റെ ഈ ജീവിതം കൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ഭൂമിയിൽ ഞാൻ എന്ത് നന്മയാണ് കൊണ്ടുവരുന്നത്? 50 ദിവസങ്ങൾ നീളുന്ന നോമ്പ് നമ്മെ എത്തിക്കേണ്ടത് അനുതാപവും തീരുമാനങ്ങളും ശാന്തതയും സമ്മേളിക്കുന്ന പക്വതയുള്ള ഒരു ഹൃദയത്തിലാണ്. ആ ഹൃദയമാണ് നമ്മൾ ഒടുവിൽ ഒരു കുമ്പസാര കൂടിനോട് ചേർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ നോമ്പ് നമുക്ക് നിരവധി സാധ്യതകളുള്ള
ഒത്തിരി അർത്ഥമുള്ള ഒന്നാകും.